ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് യാത്ര ചെയ്യുന്നത് തൃത്താലയ്ക്കാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ ചെർപ്പളശ്ശേരി ഫുള്ളായിട്ട് നമുക്ക് ടൗൺ മുഴുവനായി കാണിക്കാനുള്ള വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ഒന്ന് കാണിക്കേണ്ടത് നമ്മൾ ചെർപ്പളശ്ശേരി വഴി വരുമ്പോൾ ഹൈവേ അത് NHൻ്റെ വർക്ക് നടക്കുകയാണ്. സ്റ്റേറ്റ് ഹൈവേ NHൻ്റെ വർക്കാണ്. ഇവിടെയാണ് പാലത്തിൻ്റെ പണി നടക്കുന്നത്. ബ്ലോക്കായി കുറേ ദിവസങ്ങൾ ബ്ലോക്കായിട്ടുണ്ടായിരുന്നു. വണ്ടികളൊന്നും പോകാൻ പറ്റാതെ ഇരുന്ന വെള്ളം മഴയൊക്കെ ആയിട്ട് ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഏരിയ ആയിരുന്നത് നമ്മുടെ ചെർപ്പളശ്ശേരി നേരെ പോയി നമുക്ക് പെരിന്തൽമണ്ണ പൂത ആനമങ്ങലൊക്കെ പോകുന്ന റൂട്ടാണ്. നമുക്ക് റൈറ്റ് ലെഫ്റ്റിലേക്ക് അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെർപ്പളശ്ശേരി ടൗണാണ്. നമ്മൾ ഇന്നത്തെ വീഡിയോ നമുക്ക് അതാണ് നമ്മൾ കാണിച്ചിട്ടുള്ളൂ. ഈ വീഡിയോയിൽ കാണിക്കുന്നതെന്ന് പറയുന്നത് റോഡിൻ്റെ വർക്കുകളൊക്കെയാണ്. സ്റ്റേറ്റ് ഹൈവേ 4 വരിൻ്റെ വർക്കാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് വീഡിയോയിൽ കാണിച്ചതാണ്. നമ്മൾ ഇവിടെ നിന്ന് നേരെ നമ്മൾ ചെർപ്പളശ്ശേരിൻ്റെ ഭാഗങ്ങൾക്കാണ് നമ്മൾ പോകുന്നത്. ഈ സ്റ്റേറ്റ് ഹൈവേൻ്റെ വർക്കുകൾ കുറേ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വന്നിട്ട് അവിടെ കുറച്ച് വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട്. കാരണം മുണ്ടൂർ മുതൽ നമുക്ക് തൂത വരെ വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട്. ഒരു കുഴപ്പമില്ലാണ്ട് ആ റോഡ് നമുക്ക് യാത്ര ചെയ്യാൻ നല്ല സുഖമുള്ള റോഡാണ്. നല്ല സെറ്റായിട്ടുള്ള റോഡൊക്കെയാണ്. കുഴപ്പങ്ങളൊന്നുമില്ല. നമ്മൾ ചെർപ്പളശ്ശേരി റോഡൊക്കെ നമ്മൾ നല്ല വർക്കാണ്. നമ്മളിപ്പോൾ വഴിക്കാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ പോകുന്നത് നേരെ പോയി കഴിഞ്ഞാൽ നമ്മൾ പെരിന്തൽമണ്ണ തൂത ആനമങ്ങാടൊക്കെ പോകുന്നത്. നമ്മളവിടുന്ന് ലെഫ്റ്റ് അടിച്ച് നമ്മൾ പോകുന്നത് നമ്മൾ ചെർപ്പളശ്ശേരി ടൗണിലേക്കാണ്. നമ്മളിപ്പോൾ ചെർപ്പളശ്ശേരി ടൗണിലേക്കുള്ള റോഡാണ്. ചെർപ്പളശ്ശേരി ടൗണിലേക്കാണ് പോകുന്നത്. നമ്മൾ കയറി പോകുന്ന ചെർപ്പളശ്ശേരി ടൗണിലേക്കാണ്. അത് വണ്ടി കയറി മാറാതെയാണ്. അത് പ്രശ്നമില്ല. പിന്നെ എന്താ പറഞ്ഞാൽ ചെർപ്പളശ്ശേരി റോഡിൻ്റെ വർക്ക് നല്ല അടിപൊളിയായിട്ട് വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. ചെർപ്പളശ്ശേരി ടൗണൊക്കെ കാണാൻ നല്ല ലുക്കാണ്. അപ്പോൾ എന്താ പറയുക, നല്ല വർക്ക് നല്ല സെറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. ചെർപ്പളശ്ശേരി നമ്മുടെ പുത്തനാടിക്കാവ് അമ്പലം ആ ഭാഗങ്ങളൊക്കെ സെറ്റാണ് ചെയ്തത്. നമ്മൾ ചെർപ്പളശ്ശേരി ടൗണാണ് നമ്മൾ കാണുന്നത്. ചെർപ്പളശ്ശേരി ടൗൺ നന്നായി സെറ്റായി സൂപ്പറാണ്. നമുക്ക് കാണാനൊക്കെ നല്ല വൃത്തിയാക്കി. പുതിയ സ്റ്റാൻഡ് വന്നു. ഇവിടെ പുതിയ സ്റ്റാൻഡൊക്കെ വന്നിട്ടുണ്ട്. 2 സ്റ്റാൻഡുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്നിട്ട് നമുക്ക് ഈ ലെഫ്റ്റിലേക്ക് എത്തിയത് നമുക്ക് ഒറ്റപ്പാലത്തേക്ക് പോകുന്ന റോഡാണ്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒറ്റപ്പാലം റോഡാണ്. ഒറ്റപ്പാലം കുറച്ചപ്പുറം പോയി കഴിഞ്ഞാൽ ഒറ്റപ്പാലം. പിന്നെ നമ്മൾ ഈ ചെർപ്പളശ്ശേരി റോഡ് സ്ട്രൈറ്റായി പോയി കഴിഞ്ഞാൽ നമ്മൾ വല്ലപ്പുഴ, നമ്മൾ പട്ടാമ്പി പിന്നെ കുന്നംകുളം, അങ്ങനെ നമ്മൾ ഗുരുവായൂർ, തൃശ്ശൂർ, അങ്ങനെ എല്ലാ ഭാഗത്തേക്കും പോവാം. അപ്പോൾ ABSൻ്റെ നമ്മുടെ വണ്ടിയാണത്. ഇത് ഇഷ്ടത്തിന് ബസ്സുകളുണ്ട് ഇവിടെ. പാലക്കാട് ചെർപ്പളശ്ശേരി ബസ്സുകൾ ഒരു ഇടവിട്ടോ 1.5 മിനിറ്റ് ബസ്സുണ്ട്. റോഡൊക്കെ നല്ല സെറ്റാക്കി. പിന്നെ ചെർപ്പളശ്ശേരി നമ്മൾ കാണാവുന്നത് എവിടെയാണ് ബസ് സ്റ്റാൻഡ് കാര്യങ്ങളൊക്കെ ഇവിടെ തൊട്ടാണ്. നമ്മൾ ലെഫ്റ്റ് സൈഡിലാണ് നമ്മുടെ ബസ് സ്റ്റാൻഡ് ലെഫ്റ്റ് സൈഡിലെ ബസ് സ്റ്റാൻഡ് കാര്യങ്ങൾ കടകളൊക്കെ നല്ല സെറ്റാണ്. ഇപ്പോൾ വർക്കൊക്കെ സൂപ്പറായിട്ടാണ് ഇവിടുത്തെ വർക്കുകളൊക്കെ കഴിഞ്ഞത്. തൃത്താലയ്ക്കാണ് പോകുന്നത്. അപ്പോൾ തൃത്താലയ്ക്ക് പോകുന്ന റോഡാണ്. അപ്പോൾ നമ്മൾ തൃത്താല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പട്ടാമ്പി പാലം കഴിഞ്ഞ് അവിടെ പെട്രോൾ പമ്പ് ഉണ്ടായിരുന്നു. റൈറ്റ് അടിച്ചാണ് നമ്മൾ പോകേണ്ടത് നമ്മുടെ സ്ഥലത്തേക്ക്. അപ്പോൾ നമ്മൾ ചെർപ്പളശ്ശേരിയുടെ ഒരു വീഡിയോ എടുത്താണ്. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ ഒന്ന് കാണുക, ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബൊക്കെ ചെയ്യുക. അപ്പോൾ GKMൻ്റെ നമ്മുടെ പാലക്കാട് സർവീസാണ്, എൻ്റെ സർവീസാണ്. അപ്പോൾ ബസ് പിന്നെ വന്ന് ചെർപ്പളശ്ശേരിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ലൊരു സെറ്റായിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ ഇവിടെ വന്ന് നമ്മളെ പഴയ റോഡിനും പുതിയ റോഡിനും വ്യത്യാസം കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോയിൽ കണ്ടാൽ നമുക്കറിയാം.